നമുക്കിന്നൊരു അടിപൊളി വെജിറ്റബിൾ മസാല റൈസ് ഉണ്ടാക്കിയാലോ? വീട്ടിലെ രുചിയിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യമേ തന്നെ 1 കപ്പ് റൈസ് 1.5 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് മാറ്റി വെക്കാം. വെജിറ്റബിൾ മസാല റൈസിന് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഗ്രീൻ പീസ്, ബീൻസ്, സവാള ഇത്രയും നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് മെയിൻ സ്പൈസസ് എല്ലാം നന്നായിട്ട് അതിലൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല റൈസിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അത് പെട്ടെന്ന് മുരിയും. അതുകൊണ്ട് തന്നെ തക്കാളി നമ്മൾ സൈഡിലെടുത്ത് വെക്കുക. അതും കൂടി ചേർത്ത് തക്കാളി പകുതി വേഗം ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മസാലയായിട്ട് ഇളക്കി ചേർത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് പച്ചക്കറികളെല്ലാം തന്നെ 2-3 മിനിറ്റ് മതി നന്നായിട്ട് വേകാനായിട്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം വറ്റി ഇപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുവാണ്. ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ വെജിറ്റബിൾ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് നമുക്കിതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വെജിറ്റബിൾ മസാല റൈസ് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റുകൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.